കുടുംബവിശുദ്ധിയുടെയും മാതാപിതാക്കളോടുള്ള ആദരവിന്റെയും ദിനമായി ആചരിച്ച മെയ് 17 ജോർജിയൻ സർക്കാർ രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. 3.7 ദശലക്ഷം പരമ്പരാഗത ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് ജോർജിയയിലുള്ളത്. സ്വവർഗ അനുരാഗികളുടെ പ്രക്ഷോഭങ്ങളും അവകാശ സമരങ്ങളും ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് വേദിയായ ടിബിലിസിയിലെ അതേ സെൻട്രൽ അവന്യൂവിലേക്ക് തന്നെയാണ് കുടുംബത്തിന്റെ പ്രസക്തിയും വിശുദ്ധിയും കുടുംബമൂല്യങ്ങളും വിളിച്ചോതിയ കുടുംബ വിശുദ്ധീകരണ കൂട്ടായ്മ പുരോഹിതരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. 2014 മുതലാണ് സഭ കുടുംബ വിശുദ്ധീകരണ ദിനം ആചരിച്ചു തുടങ്ങിയത്. മെയ് 17 മറ്റു പല രാജ്യങ്ങളിലും ഹോമോഫോബിയ, ബൈഫോബിയ, ട്രാൻസ്ഫോബിയ എന്നിവയ്ക്കെതിരെയുള്ള ദിനമായി ആചരിച്ചു വരുന്നു. വെള്ളിയാഴ്ച നടന്ന കുടുംബ വിശുദ്ധീകരണ മാർച്ചിന് സർക്കാരിന്റെ പിന്തുണയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇറാക്ലി കൊബാഗിറ്റ്സെ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും കുടുംബ വിശുദ്ധീകരണ മാർച്ചിൽ പങ്കെടുത്തു. കുടുംബ നവീകരണത്തിലൂടെ രാജ്യത്തിന്റെ പുരോഗതിയും നന്മയുമാണ് ലക്ഷ്യമിടുന്നതെന്നും അത് സാധ്യമാകുമെന്നും മാർച്ചിന് നേതൃത്വം കൊടുത്ത വൈദികർ വ്യക്തമാക്കുന്നു. അതേസമയം ജോർജിയൻ ഡ്രീം പാർട്ടി രാജ്യത്ത് ലിംഗമാറ്റങ്ങളും സ്വവർഗ ദമ്പതികളുടെ ദത്തെടുക്കലും നിരോധിച്ചുകൊണ്ടുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.